ഇടുക്കിയിലെ കാറ്റാടിക്കടവ് വ്യൂ പോയിന്റ് ആണ് നമ്മളിപ്പോൾ ഇന്ന് കാണാൻ പോകുന്ന സ്ഥലം. തൊടുപുഴയ്ക്കടുത്ത് വണ്ണപ്പുറത്ത് നിന്ന് കഞ്ഞിക്കുഴി പോകുന്ന റൂട്ടിലാണ് ഈ വ്യൂ പോയിന്റ്. നമുക്ക് എന്തായാലും കയറി നോക്കാം. വണ്ണപ്പുറത്ത് നിന്ന് കഞ്ഞിക്കുഴി പോകുന്ന വഴിക്ക് മുണ്ടൻമുടിയിൽ നല്ലൊരു ഹെയർ പിൻ കയറ്റം ഉണ്ടല്ലോ, അത് കഴിഞ്ഞ ഉടനെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഇതിൻ്റെ ബോർഡ് കാണാം. വണ്ടി അവിടെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത് അവിടെ നിന്ന് നടന്നു പോകണം. പിന്നെ അവിടെ ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല കേട്ടോ. അത്യാവശ്യം നടന്ന് ഊപ്പാടകളൊക്കെ കഴിയുമ്പോൾ ഒരു ചെറിയ ചായക്കട ഉണ്ട് കേട്ടോ അവിടെ വെള്ളവും ബിസ്ക്കറ്റൊക്കെ കിട്ടും. ഈ കട കഴിഞ്ഞ ഉടനെ തന്നെ വഴി രണ്ടായിട്ട് വരും. അതിൽ ലെഫ്റ്റ് സൈഡിൽ കൂടെ വേണം നമുക്ക് പോകാൻ. അങ്ങനെ മലയുടെ മുകളിലെത്തി. ഇവിടുത്തെ ആദ്യത്തെ വ്യൂ പോയിന്റ് ആണിത്. ഈ മുമ്പിൽ കാണുന്ന മലയിലേക്കാണ് നമുക്ക് നേരെ പോകേണ്ടത്. ഇപ്പം നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ താഴെ നല്ല കൊക്കയാണ്, പക്ഷെ സീനൊന്നുമില്ല. ഇവിടെ കൈവരിയൊക്കെ കെട്ടി സേഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത മലയിലേക്ക് പോവാം. രാവിലെ 7 മണിക്ക് തന്നെ വന്ന് നടത്തം തുടങ്ങിയതുകൊണ്ട് നമുക്കിവിടെ കുറേ പക്ഷികളുടെ ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റി കേട്ടോ. മലയുടെ മുകളിലെത്തി എന്ന് തോന്നും, പക്ഷെ അതാ അപ്പം അടുത്ത മല. എന്തായാലും വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്രയ്ക്കൊരു ക്ഷീണമൊന്നുമില്ല. നമുക്ക് അങ്ങോട്ട് പോവാം. ഈ മല കയറിലോട്ട് എളുപ്പമല്ല കേട്ടോ. നമ്മളിതാ ടോപ്പിലെത്തി, പക്ഷെ അപ്പോൾ അതാ ഇനിയും മല. ഇതിനൊരു അവസാനമില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. നമുക്ക് ഈ സൈഡിലൊക്കെ ആകാശത്തൊക്കെ നിറയെ പക്ഷികളൊക്കെ വന്നിട്ട് നല്ലൊരു ആംബിയൻസ് ആട്ടോ ഇവിടെ ഇരിക്കാൻ തന്നെ. യെസ്, അപ്പോൾ നമ്മൾ കാറ്റാടിക്കടവ് വ്യൂ പോയിന്റിന്റെ മുകളിലെത്തി. നിങ്ങളിപ്പോൾ ഈ വന്ന വഴി കണ്ടപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ എത്ര ദൂരം നടക്കണം, എത്ര ബുദ്ധിമുട്ടാണെന്ന്. അതിന്റെ 2 ഇരട്ടിയെങ്കിലും മിനിമം മനസ്സിൽ വിചാരിച്ച് വന്നാൽ മതി. ഞാൻ കിളി പോയിരിക്കുകയാണ് ഇതിന്റെ മുകളിലെത്തിയപ്പോഴത്തേക്കും. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ, ഞാൻ ഈ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ യൂട്യൂബ് വീഡിയോ കണ്ട് പ്രതീക്ഷിച്ചതിനേക്കാൾ 4 ഇരട്ടി കൂടുതൽ നടക്കേണ്ടി വന്നു. പിന്നെ ഇവിടെ ഉള്ള വ്യൂ നല്ല രസമാട്ടോ. 2 മലകളായിട്ടാണ്. കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്ന ഒരു മല, അവിടെയും അത്യാവശ്യം നല്ല വ്യൂ ആണ്. അത് കഴിഞ്ഞാൽ അതിൻ്റെ നേരെ മുന്നിൽ വേറൊരു മല കാണാം. അങ്ങോട്ട് വരണമെങ്കിൽ കുറച്ചും കൂടെ എഫേർട്ട് എടുക്കണം. ആ മലയുടെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗി. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ആ മലയിലാണ്, 2ാമത്തെ മലയിലാണ്. ഇപ്പം എൻ്റെ പുറകിൽ കാണുന്നത് പിന്നെ അങ്ങോട്ട് നീണ്ടു കിടക്കുക മല. ഞാൻ അങ്ങോട്ട് എന്തായാലും പോണില്ല.
കാരണം തിരിച്ചും പോകണം, ഏകദേശം വെയിലൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂ. കാറ്റാടിക്കടവിൽ വന്ന് കാറ്റ് കൊള്ളുക എന്ന് പറഞ്ഞൊരു നല്ല സുഖമുള്ള ഏർപ്പാട് തന്നെയാണ്. ഇപ്പം ഫെബ്രുവരി മാസം ആയതുകൊണ്ട് മഞ്ഞൊന്നുമില്ല, എന്നെങ്കിലും വ്യൂ നല്ല ഭംഗിയാട്ടോ. ഈ മലയുടെ മുകളിൽ നോക്കത്താ ദൂരത്തൊന്നും ഒരു മനുഷ്യനും ഇല്ലാതെ ഒറ്റയ്ക്കിരിക്കുക ഒരു പ്രത്യേക സുഖാട്ടോ. കുറേ പക്ഷികളും തുമ്പികളും ഒക്കെ മാത്രമേ ഉള്ളൂ കൂട്ടിന്. ഞാൻ കുറേ നേരം ഇവിടെ ഒറ്റയ്ക്കിരുന്നു. പിന്നെ നമുക്ക് തിരിച്ച് നടക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഒരു ചെറിയ സങ്കടം. ഈ കാറ്റാടിക്കടവിന് തുമ്പിതുള്ളും പാറാന്നും പേരുണ്ട്. മലയുടെ ടോപ്പിൽ കയറിയപ്പോൾ കണ്ടില്ലേ നിറച്ച് തുമ്പികൾ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. പിന്നെ ഇങ്ങോട്ട് ആ ആദ്യത്തെ വ്യൂ പോയിന്റ് വരെ, ആ വ്യൂ പോയിന്റിന്റെ താഴെ വരെ ജീപ്പൊക്കെ വരാൻ പറ്റുന്ന പോലെ വഴി ഉണ്ടായിരുന്നു പണ്ടൊക്കെ. പിന്നെ ഈ 2018 ഉരുൾപൊട്ടലിലാണ് മൊത്തം പോയത്. ഇപ്പോൾ ഓഫ് റോഡ് ജീപ്പ് പോലും വരാൻ പറ്റാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത്. ഇനിയിപ്പോൾ അത് നന്നാക്കുമെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് വരാൻ ഏറ്റവും നല്ല സമയം സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസമൊക്കെയാണ്. ആ പച്ചപ്പിൽ നിറഞ്ഞു നിൽക്കുന്നത് വേണം, അതാണ് അതിൻ്റെ ലുക്ക്. പിന്നെ ആ മലയുടെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ, നമുക്ക് ആ വ്യൂ പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ ആ നീണ്ടു കിടക്കുന്ന മലയുടെ ഒരു സൈഡ് മഞ്ഞും ഒരു സൈഡ് പച്ചപ്പും, അയ്യോ അതൊരു അട്രാക്റ്റീവ് ലുക്കാട്ടോ. ദയവ് ഇത് ഇങ്ങോട്ട് വരുന്നവരൊന്നും വെള്ളക്കുപ്പികളും പ്ലാസ്റ്റിക്കും ഒന്നും കാട്ടിൽ ഉപേക്ഷിക്കല്ലേ. കൊണ്ടുവരുന്നതൊക്കെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റാത്തവരൊന്നും കാട് കാണാൻ വരരുത്. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ പോയാൽ മതി. അവിടെയൊക്കെ ആകുമ്പോൾ വേസ്റ്റ് ബിൻ ഉണ്ടാവും, അതിലൊക്കെ കൊണ്ടുപോയിടാം ഈ പ്ലാസ്റ്റിക്. കാടിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരും വരരുത് പ്ലീസ്. ബൈക്കൊക്കെ മുകളിലേക്ക് കയറ്റിക്കൊണ്ടുവരാം എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാനിങ്ങോട്ട് പോകുന്നത്. പക്ഷെ ഇവിടം വരെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി എങ്ങോട്ടും മുകളിലേക്ക് വണ്ടി കയറില്ല എന്ന്. എന്തായാലും ഇനി തിരിക്കട്ടെ. ബൈ.